സാമൂഹ്യ നിരീക്ഷകൻ ദിനു വേൽ, എഴുത്തുകാരൻ മുകേഷ് കുമാർ, സംവിധായകൻ മധുപാൽ, വലതു നിരീക്ഷകൻ രാഹുൽ ഈശ്വർ എന്നിവരാണ് ചർച്ചയിലുള്ളത്. അറിയാൻ സംവിധായകൻ മധുപാലിലേക്ക് പോകുന്നു. ശ്രീ മധുപാൽ, ഈ കോൺക്ലേവ് നടത്തിയത് എന്തിനാണ് എന്ന് നമുക്കറിയാമല്ലോ. ലിംഗനീതി വിഷയമടക്കം ചർച്ച ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സിനിമാ കോൺക്ലേവ് സംഘടിപ്പിച്ചത്. ഇങ്ങനെയൊരു സിനിമാ കോൺക്ലേവിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതും കേരളം ഒരുപാട് നാൾ ചർച്ച ചെയ്തതാണല്ലോ. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ? അവിടെ നടന്ന പ്രസംഗം, അതിനോട് ഉയർന്ന ചോദ്യം, അതിനോടുള്ള മറുപടി, ഇതാണിപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആരുടെ വിവരക്കേടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ മധുപാൽ? നമസ്കാരം. കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരള സംസ്ഥാന സർക്കാർ സിനിമാ നയരൂപീകരണത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയ കോൺക്ലേവ് അക്ഷരാർത്ഥത്തിൽ സിനിമ എന്ന മീഡിയത്തിൽ, സിനിമ എന്ന ഇൻഡസ്ട്രിയുടെ എല്ലാ സമഗ്ര മേഖലയെയും സമഗ്ര ഇടങ്ങളെയും സ്പർശിച്ചു കൊണ്ടുപോകുന്ന ഒരു കോൺക്ലേവ് എന്ന രീതിയിൽ തന്നെ അതിൽ നിന്നും ഒരു നയമുണ്ടാവുകയും ആ നയം സിനിമയുടെ നയമായി മാറുന്ന ഒരു പ്രക്രിയയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും സംസാരിക്കപ്പെട്ടിട്ടുണ്ട്. ലിംഗനീതി മാത്രമല്ല, തൊഴിലിടങ്ങളെക്കുറിച്ച്, സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ടത്. ആ ഇടത്താണ് ഇതുപോലെ സ്ത്രീകൾക്ക് എന്തിനാണ് സിനിമ ചെയ്യാൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളെ കൊണ്ട് പടം ചെയ്യിക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു അഭിപ്രായം ഉണ്ടാവുന്നത്. അക്ഷരാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു അടൂർ സാർ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാതെ പറഞ്ഞതാണെന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം സ്ത്രീകളുടെ വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു പ്രക്രിയ തന്നെയായിരുന്നു വനിതാ സിനിമാ പദ്ധതി എന്നുള്ളത്. കാരണം സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക് പലതരത്തിലും സിനിമ എന്ന മീഡിയത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ പോകുന്ന ഒരു വിഭാഗം ജനതയ്ക്ക് തീർച്ചയായിട്ടും ഒരിടമുണ്ടാക്കി കൊടുക്കുക, അവരെയും ഈ സിനിമ എന്ന മീഡിയത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക, സമൂഹത്തിനോട് ഒപ്പം ചേർത്ത് നിർത്തുക എന്ന് പറയുന്ന ഒരു വലിയ ഉദ്ദേശപരമായ കാര്യം തന്നെയായിരുന്നു കേരള സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ അത് പാടില്ല എന്നും 50 ലക്ഷം രൂപ കൊടുത്താൽ മതി എന്നും 1 കോടി രൂപ കൊടുക്കുന്നത് ചെയ്യുന്നത് ശരിയല്ല എന്നും. ട്രെയിനിങ് ഉണ്ട്, ഇവർക്കെല്ലാം ട്രെയിനിങ്ങിലല്ല, ഇവരെല്ലാം കൃത്യമായിട്ട് സിനിമ എന്ന ഈ പ്രോസസ്സിലേക്ക്, സിനിമ ചെയ്യാൻ വേണ്ടി വരുന്ന പ്രോസസ്സിലേക്കുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായ ട്രാൻസ്പെറൻ്റായ കാര്യമാണ്. ഞാനും ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആദ്യം കഥ തീരുമാനിക്കുന്നത് മുതലും അവരുമായിട്ട് സംസാരിക്കുന്നതും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒത്തുവരുന്നതും സിനിമ എന്ന മീഡിയത്തിൽ തന്നെയുള്ള ആൾക്കാരെ നിർത്തിക്കൊണ്ട് തന്നെ പ്രോജക്റ്റ് ഡിസൈനറെ വെച്ചുകൊണ്ടൊക്കെ തന്നെയാണ് വളരെ വ്യക്തമായ ഒരു ചാർട്ടോട് കൂടി തന്നെയാണ് സിനിമ ചെയ്തു പോകുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു 1.5 കോടി രൂപ പോലും ഇന്നത്തെ കാലത്ത്, കാരണം 2015 50 രൂപ 54 രൂപ ഡീസൽ ഉണ്ടായിരുന്നത് ഇന്ന് 94 രൂപയിലേക്ക് മാറുന്ന ഒരു 10 വർഷം കൊണ്ട് തന്നെ അതിഭീകരമായ ചേഞ്ചസ് ഉണ്ടാകുന്നത്, ഇരട്ടിയിൽ കൂടുതൽ ചേഞ്ചസ് ഉണ്ടാകുന്നൊരു കാലത്താണ് നിൽക്കുന്നത്. അപ്പം ഈ വ്യത്യാസങ്ങൾ സിനിമ എടുക്കുന്ന സമയത്തും ഉണ്ടാവുന്നതാണ്. കാരണം ചെറിയൊരു കാര്യത്തിന് പോലും, താമസത്തിനായാലും ഭക്ഷണത്തിനായാലും എല്ലാത്തിനും പൈസ ചിലവാക്കുന്നത് അന്നത്തെ കാലത്തല്ല ഇന്ന്. കാര്യം 10 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ട ബുദ്ധി ഉണ്ടാവണമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ കോൺക്ലേവ് നടത്തിയെടുക്കുന്നത്, ഇത്രയും കാലം കോൺക്ലേവ് സിനിമ എന്ന മീഡിയത്തിന് ഏതെല്ലാം തരത്തിലുള്ള നിയമ നിർമ്മാണ അല്ലെങ്കിൽ നിയമത്തിൻ്റെ സഹായം ആവശ്യമാണോ അത് മുഴുവൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതും, അത് മുഴുവൻ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനടക്കമുള്ള ആൾക്കാർ പലപ്പോഴും മെയിൻ സ്ട്രീം സിനിമയിൽ നിന്നുകൊണ്ടുള്ള ഒരുപാട് ആളുകൾ ഈ കോൺക്ലേവിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇന്നും ഞാൻ കുറേ പേരോട് സംസാരിക്കേണ്ടായിട്ട് അവരെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നത്, സിനിമ എന്ന മീഡിയത്തിൽ ഇങ്ങനെയൊരു എല്ലാ ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ടൊരു മീറ്റിംഗ് ഉണ്ടായത് ഞങ്ങൾക്ക് തന്നെ വലിയ അഭിമാനമുണ്ട്, ഞങ്ങൾക്കിതിൻ്റെ കൂടെ നിൽക്കാൻ കഴിഞ്ഞില്ല, സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ഒരു എതിരഭിപ്രായം എന്നതിനേക്കാൾ ഇതിനകത്ത് ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ അപഹസിക്കുന്നതിന് തുല്യമായ ഒരു അഭിപ്രായം അധിക്ഷേപമാണല്ലോ ശ്രീ മധുപാൽ. ഈ കോൺക്ലേവ് യഥാർത്ഥത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളും എത്തിയിരിക്കുന്നു, എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാനും പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള ഒരിടമാണ്. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമായിട്ടല്ലോ ഇതിനെ കാണേണ്ടത്. ഇതൊരു യഥാർത്ഥത്തിൽ അധിക്ഷേപമാണ്. അദ്ദേഹത്തിന് സിനിമയുടെ A to Z അറിയാം, ഒരു മികച്ച സംവിധായകനാണ്, ലോകോത്തര സംവിധായകനാണ്, ഇതിലൊന്നും തർക്കമില്ല ശ്രീ മധുപാൽ. പക്ഷേ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് വന്നിരിക്കുന്നത്. പല ഘട്ടങ്ങളിലായി അദ്ദേഹത്തിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ, അതിൻ്റെ തുടർച്ചയായിട്ട് വേണം ഇതിനെ കാണാൻ. അദ്ദേഹം ഇന്നലെ നടത്തിയ പ്രതികരണങ്ങൾ, അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാണെങ്കിൽ തിരുത്താനുള്ള മണിക്കൂറുകൾ കടന്നു പോകുകയല്ലേ ശ്രീ മധുപാൽ? ഇന്ന് അദ്ദേഹം നടത്തിയ പ്രതികരണം ഇന്നലെ നടത്തിയതിനേക്കാൾ ഗുരുതരമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്നലെ നടത്തിയതിനേക്കാൾ വളരെ മോശമായിട്ടാണ് ഇന്ന് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. കാരണം ഈ പറയുന്ന ഈ ഗായികയെ അദ്ദേഹത്തിന് അറിയണമെന്നില്ല, ഗായികയെ അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. പക്ഷേ
ചന്തയിൽ വരുന്നത് പോലെ വന്ന് സംസാരിക്കാൻ, വഴിയിൽ പോകുന്ന സ്ത്രീകൾക്ക് കയറി വരാൻ ഉള്ള ഇടമല്ല എന്ന രൂപത്തിൽ അധിക്ഷേപിക്കുകയാണോ വേണ്ടത് എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. ഉണ്ട്. അല്ല, പുഷ്പവതി എന്ന ഗായിക വളരെ സജീവമായിട്ട് കേരളത്തിൽ എത്രയോ കാലമായിട്ട് അറിയപ്പെടുന്ന ഒരു ഗായികയാണ്. അവർ ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയാണ്, ഡെലിഗേറ്റാണ്. സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകനും കൂടെ ചേർന്നതാണെന്നുള്ള ആദ്യം തിരിച്ചറിവുണ്ടാവണം എന്നുള്ളതാണ്. അപ്പം അയാൾ ചിലപ്പോൾ പുഷ്പവതി എന്ന ഗായിക ചിലപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും, എനിക്കറിയില്ല അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ എങ്കിൽ പോലും ഒരു കാര്യമുള്ളത് വെച്ചാൽ അവർ ഗായികയാണ്, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗായികയാണ്. കേട്ടോ ശ്രീമതി ബാൽ, അവർ സിനിമാ മേഖലയിൽ സിനിമയിൽ പാടിയിട്ടുണ്ട്. ആവട്ടെ, സന്തോഷം. ഞാൻ പറഞ്ഞ സിനിമ പാടിയ പാട്ടുകൾ കേട്ടു. ഞാൻ അതല്ലാത്ത അവരുടെ സ്റ്റേജ് പ്രോഗ്രാം ധാരാളം കേട്ടിട്ടുള്ള ഒരാളാണ്. അവർ ഒത്തിരി പാട്ടുകൾ അവരുടെ രീതിയിൽ പ്രോഗ്രാമുകളായിട്ട് നമ്മളത് കേട്ടിട്ടുള്ളതാണ്. മാത്രമല്ല അവർ സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സൺ കൂടിയാണ്. അപ്പം സിനിമയിൽ പാടിയോ ഇല്ലയോ എന്നുള്ളത്, അത് സിനിമ എന്ന മീഡിയയിൽ പാടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി അവരൊരു പ്രേക്ഷകയായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനും സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനേക്കാൾ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സിനിമകൾ കാണുന്ന ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിലാണ്. സിനിമകൾ കാണുന്ന പ്രേക്ഷകന് ബോധമുണ്ട്, അവൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. നമ്മൾ പറയില്ല, ഒരു കാര്യത്തിൽ ഒരു സിനിമ കാണാനായിട്ട് ചിലപ്പോൾ തള്ളിക്കയറ്റങ്ങൾ ഉണ്ടാകുന്ന ചില സമയങ്ങൾ ഉണ്ടാവാം. ചില സമയങ്ങളിൽ ചില ഫെസ്റ്റിവലുകൾക്കൊക്കെ ഉണ്ടായിട്ട് നമ്മളും നമ്മുടെ സിനിമകൾ കാണാൻ വേണ്ടി വന്നപ്പോഴും ഇല്ലാത്ത രീതിയിൽ വലിയ തള്ളിക്കയറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ആ പ്രേക്ഷകൻ ആ സിനിമ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടുവരുന്നതാണ്. അല്ലാതെ അതിനകത്ത് ഏതെങ്കിലും തരത്തിലെ സെക്സ് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും മോശമായിട്ടുള്ള ഒരു കാര്യം കാണാൻ വേണ്ടി മാത്രമൊന്നുമല്ല സിനിമ. ഈ പറയുന്ന ആളുകൾക്ക് മുഴുവൻ അവരെടുത്തു വെക്കുന്ന സിനിമകളുണ്ടെങ്കിൽ ആ സിനിമകൾ കാണാൻ ആളുകൾ തള്ളിക്കയറുന്നത് ആ സിനിമയുടെ മെറിറ്റ് കൊണ്ട് തന്നെയാണ് എന്ന് പറയാൻ മനസ്സിലാക്കാൻ മാർക്കറ്റിലെ തൊഴിലാളികളാണല്ലോ ഈ തള്ളിക്കയറുക. അത് അദ്ദേഹത്തിന് ആധികാരികമായി എങ്ങനെ അത് മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ അന്ന് അവിടെ പറഞ്ഞു കേട്ടു എന്നാണ് പറയുന്നത്. ചാല മാർക്കറ്റിലുള്ളവർ, അതാണ് അദ്ദേഹം ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പഴയ ചാല മാർക്കറ്റിലെ തൊഴിലാളി മാത്രമല്ല, ചാല മാർക്കറ്റ് ആളുകൾ മാത്രമൊന്നുമല്ല, സാധാരണ മനുഷ്യന്മാരും ഡെലിഗേറ്റ് ആയിട്ട് വരുന്നിട്ടുള്ള എത്രയോ മനുഷ്യന്മാർ ചില സിനിമകൾ കാണാൻ തള്ളിക്കയറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 30 വർഷമായിട്ട് ചലച്ചിത്ര മേഖലയുമായിട്ട് നിന്നുകൊണ്ട് തന്നെ ചലച്ചിത്ര ഫെസ്റ്റിവലുകൾ കണ്ടുകൊണ്ട് പോകുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ നടത്തിപ്പിൻ്റെ ഭാഗമായിട്ട് നിന്നുണ്ട്, പ്രേക്ഷകനായിട്ട് നിന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സാധാരണ ഡെലിഗേറ്റ് ആയിട്ട് വന്നു നിന്നുകൊണ്ട് പറയുന്നു പല സിനിമകൾക്കും അഭൂതപൂർവമായ തള്ളിക്കയറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള അവസ്ഥകൾ നമ്മൾ കാണുന്നത്. ആ കാണുന്നത് ഏറ്റവും കൃത്യമായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്. അല്ല, ഇപ്പം ഞാൻ പറഞ്ഞത് ഈ ചാല തൊഴിലാളികൾക്ക് മാത്രമാണോ തള്ളിക്കയറാൻ പറ്റുന്നത്, അതല്ലാത്ത മനുഷ്യന്മാർക്കും തള്ളിക്കയറാൻ പാടില്ല എന്നുള്ളതാണ്. തൊഴിലാളികളോട്, സ്ത്രീകളോട്, ദളിതരോട് അദ്ദേഹത്തിന്റെ മനോഭാവം വ്യക്തമാക്കുകയാണ്. എന്താണ് താൻ എന്ന് അദ്ദേഹം വിളിച്ചു പറയുകയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീമതി ബാൽ, താങ്കളിലേക്ക് വരാം. Debate with Smriti Parithikar.